നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ് ടെലിവിഷൻ പരമ്പരകളിലൂടെ പ്രശസ്തയായ നടി സുഭാഷിണി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആരാധകർ ഒന്നടങ്കം ഞെട്ടലിലാണ്. 36-ാം വയസ്സിലാണ്, കരിയറിന്റെ ഏറ്റവും നല്ല സമയങ്ങളിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു നടി സുഭാഷിണിയുടെ വിയോഗ വാർത്ത ആരാധകരെ തേടി എത്തിയിരിക്കുന്നത്. കയൽ എന്ന തമിഴ് പരമ്പരയിലെ നെഗറ്റീവ് വേഷത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയ താരമാണ് സുഭാഷിണി. ആരാധകർക്കിടയിൽ ശാശ്വി ബാല എന്നും അവർ അറിയപ്പെടുന്നുണ്ട്. ചെന്നൈയിലെ പോരൂരിലുള്ള അപ്പാർട്ട്മെന്റിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരു സ്വദേശിയായ ബിപിൻ ചന്ദ്രനാണ് സുഭാഷിണിയുടെ ഭർത്താവ്. ശ്രീലങ്കൻ വംശജയായ സുഭാഷിണി 2024 വരെ ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന സുഭാഷിണി ഷൂട്ടിങ്ങിന്റെ സൗകര്യാർത്ഥമാണ് പിന്നീട് ചെന്നൈയിലെ ഒരു വാടക അപ്പാർട്ട്മെന്റിലേക്ക് മാറുകയായിരുന്നു. മാർച്ച് 3-ന് സുഭാഷിണി നഗരത്തിലെത്തിയതായി പോലീസ് പറയുന്നുണ്ട്. എന്നാൽ ഞായറാഴ്ച രാത്രി ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്യുന്നതിലൂടെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടായെന്നും ഇതേ തുടർന്ന് സുഭാഷിണി തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സുഭാഷിണി മരിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോ കോളിൽ കണ്ട ഭർത്താവ് ഉടൻ തന്നെ അപ്പാർട്ട്മെന്റിലെ സുരക്ഷാ ജീവനക്കാരനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ സുരക്ഷാ ജീവനക്കാരൻ പോരൂർ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും പോലീസ് എത്തുമ്പോഴേക്കും സുഭാഷിണി മരിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണവിവരം ലഭിച്ചയുടൻ പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം പരിശോധനയ്ക്കായി അയച്ചു. നടിയുടെ മരണത്തെ ചുറ്റിയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു അവർ. അവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഭർത്താവ് ബിപിൻ ചന്ദ്രയുമായുള്ള ചിത്രങ്ങൾ എപ്പോഴും ഹൃദ്യമായ അടിക്കുറിപ്പുകളോടെയാണ് പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ടായിരുന്നത്. ഭർത്താവ് ബിപിൻ ചന്ദ്രയുമൊത്തുള്ള സുഭാഷിണിയുടെ ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. ഭർത്താവ് ബിപിൻ ചന്ദ്രയുടെ ഫോട്ടോകൾ ഏറ്റവും ഹൃദയസ്പർശിയായ അടിക്കുറിപ്പുകളോടെ സുഭാഷിണി പങ്കുവയ്ക്കുമ്പോഴും പോസ്റ്റിന് താഴെയും നിരവധി ആളുകളാണ് ഇവരുടെ ഈ ഒരു ജീവിതം കണ്ട് അവർക്ക് എപ്പോഴും നന്മ മാത്രം നേർന്നുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ തന്നെ കമൻറ്റുകളൊക്കെ തന്നെ അയക്കാറുണ്ടായിരുന്നത്. മാർച്ച് 10-നാണ് അവർ അവസാനമായി തൻ്റെ പങ്കാളിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിനും നൽകിയിട്ടുള്ള കുറിപ്പ് ഇങ്ങനെയായിരുന്നു: 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യ ദിവസത്തെ പോലെ തന്നെ എനിക്കിപ്പോഴും ഈ മനുഷ്യനോട് പ്രണയം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ഈ ഒരു കുറിപ്പ് എഴുതിക്കൊണ്ടായിരുന്നു ഭർത്താവുമൊത്തുള്ള ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ആ ഒരു പോസ്റ്റ് പങ്കുവെച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇപ്പോൾ ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഈ സുഭാഷിണി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. മരണത്തിന് തൊട്ടു മുമ്പ് ഭർത്താവുമായി വീഡിയോ കോളിലൂടെ തർക്കമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. എങ്കിലും മരണത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. കയൽ എന്ന പരമ്പരയ്ക്ക് പുറമെ എല്ലാം മേലെ ഇരിക്കിറവൻ പാത്തുപ്പാൻ, വെബ് തുടങ്ങിയ സിനിമകളും സുഭാഷിണി അഭിനയിച്ചിട്ടുണ്ട്. നടിയുടെ മരണവാർത്തയിൽ സഹപ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. സുഭാഷിണിയുടെ അപ്രതീക്ഷിത വേർപാട് തമിഴ് ടെലിവിഷൻ ലോകത്തെയും ആരാധകരെയും വലിയ ഞെട്ടലിലാഴ്ത്തിയിരിക്കുകയാണ്. സിനിമകളിലേക്ക് ചുവടുവെക്കാനിരിക്കവെയാണ് ദാരുണാന്ത്യം. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് നിഗമനം. സോഷ്യൽ മീഡിയയിൽ ആരാധകരും സഹപ്രവർത്തകരും താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കലാകാരന്മാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഈ മരണം വീണ്ടും വഴി തുറന്നിരിക്കുകയാണ്. ശ്രീലങ്കയിൽ നിന്ന് ചെന്നൈയിലെത്തി തൻ്റെതായ ഒരു ഇടം കണ്ടെത്തിയ സുഭാഷിണിയുടെ പോരാട്ട വീര്യം എന്നും സ്മരിക്കപ്പെടും.